PSC അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 2021 ജനുവരി മാസം മത്സര പരീക്ഷയിൽ അറിഞ്ഞിരിക്കേണ്ട ആനുകാലിക ചോദ്യങ്ങൾ. നാലാമത്തെ ക്ലാസ്സാണ്, ലാസ്റ്റ് ക്ലാസ്സാണ് കേട്ടോ. ആദ്യത്തെ 3 ക്ലാസ് കാണാത്തവർ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പോയി നോക്കുക. അവിടെ ഞാനതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാലും ലിങ്ക് കിട്ടുന്നതാണ് കേട്ടോ പ്ലേലിസ്റ്റിൻ്റെ. അതുപോലെ തന്നെ നമ്മൾ കറണ്ട് അഫേഴ്സിൽ PSC ബുള്ളറ്റിൻ 2020 2021 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ജൂൺ 1 വരെയുള്ളത്. ആ ക്ലാസ്സിൻ്റെ ലിങ്കും കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. RBIയുടെ അക്കാഡമിക് ഉപദേശക സമിതിയുടെ ചെയർപേഴ്സണായി നിയമിതനായത്? RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കാദമിക് ഉപദേശക സമിതിയുടെ ചെയർപേഴ്സണായി നിയമിതനായത് NS വിശ്വനാഥൻ. RBIയുടെ മുൻ ഡെപ്യൂട്ടി ഗവർണറാണ്. വധശിക്ഷ നിർത്തലാക്കാൻ അടുത്തിടെ അന്താരാഷ്ട്ര പ്രോട്ടോകോൾ നടപ്പിലാക്കിയ രാജ്യം? വധശിക്ഷ നിർത്തലാക്കാൻ അടുത്തിടെ അന്താരാഷ്ട്ര പ്രോട്ടോകോൾ നടപ്പിലാക്കിയത് കസാക്കിസ്ഥാനാണ്. കസാക്കിസ്ഥാൻ. വധശിക്ഷ നിർത്തലാക്കാൻ അടുത്തിടെ അന്താരാഷ്ട്ര പ്രോട്ടോകോൾ നടപ്പിലാക്കി കസാക്കിസ്ഥാൻ. 2023 ഏഷ്യ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത്? 2023 ഏഷ്യ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത് ചൈനയാണ്. 18ാമത് ഏഷ്യ കപ്പ് ഫുട്ബോളാണ് 2023 നടക്കുന്നത്. 2023 ചൈനയിൽ നടക്കുന്ന എത്രാമത്തെ ഏഷ്യ കപ്പ് ഫുട്ബോളാണ്? 18. 2021 കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? ടെസ്ല, സ്പേസ് എക്സ് എന്നീ കമ്പനികളുടെ CEO ആയ എലോൺ മസ്ക് ആണ്. എലോൺ മസ്ക്. 2021 കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എലോൺ മസ്ക്. 2021 പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ മുഖ്യ അതിഥി? 2021 പ്രവാസി ഭാരതീയ ദിവസിൻ്റെ മുഖ്യ അതിഥിയാണ് ആര്? ചന്ദ്രിക പ്രസാദ് സന്തോക്കി, റിപ്പബ്ലിക് ഓഫ് സുറിനാം പ്രസിഡന്റ്. റിപ്പബ്ലിക് ഓഫ് സുറിനാം പ്രസിഡന്റായ ചന്ദ്രിക പ്രസാദ് സന്തോക്കിയാണ് 2021 പ്രവാസി ഭാരതീയ ദിവസിൻ്റെ മുഖ്യ അതിഥി. അതിൻ്റെ വേദി ന്യൂഡൽഹിയാണ്. പ്രവാസി ഭാരതീയ ദിവസ് ഏതാണ്? ജനുവരി 9. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസ്. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ മലയാളി CP റിസ്വാൻ. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ മലയാളിയാണ് CP റിസ്വാൻ. അയർലൻഡിനെതിരായ ഏകദിന മത്സരത്തിലാണ് UAEയുടെ മലയാളി താരമായ റിസ്വാൻ സെഞ്ചുറി നേടിയത്. ഇന്ത്യയിൽ ആദ്യമായി വിമാനം വൃത്തിയാക്കാനും സാനിറ്റൈസ് ചെയ്യാനും റോബോട്ടുകളെ പ്രയോജനപ്പെടുത്തിയ കമ്പനി എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിമാനം വൃത്തിയാക്കാനും സാനിറ്റൈസ് ചെയ്യാനും റോബോട്ടുകളെ പ്രയോജനപ്പെടുത്തിയത് എയർ ഇന്ത്യ എക്സ്പ്രസ്. കേരള സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? കേരള സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസഡർ ടൊവിനോ തോമസ് ആണ്. ടൊവിനോ തോമസ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ രജത ജൂബിലി? സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ രജത ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നിലവിൽ വരുന്ന സാഹിത്യ സാംസ്കാരിക സ്ഥാപനങ്ങളാണ് ഏതൊക്കെയാ? കേരള സാഹിത്യ മ്യൂസിയം കോട്ടയത്ത് വരുന്നുണ്ട്. കേരള സാംസ്കാരിക മ്യൂസിയം പാലക്കാട്. രാജാ രവിവർമ്മ ആർട്ട് ഗാലറി തിരുവനന്തപുരം. കൈത്തറി മ്യൂസിയം കണ്ണൂർ. പിന്നെ അന്താരാഷ്ട്ര പുരാരേഖ പൈതൃക കേന്ദ്രം കാര്യവട്ടം തിരുവനന്തപുരം. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കോണം, ഇമ്പോർട്ടൻ്റ് ആണിത്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ രജത ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നിലവിൽ വരുന്ന സാഹിത്യ സാംസ്കാരിക സ്ഥാപനങ്ങൾ. കേരള സാഹിത്യ മ്യൂസിയം ഏത് ജില്ലയിലാണ് വരുന്നത്? കേരള സാഹിത്യ മ്യൂസിയം കോട്ടയം ജില്ലയിൽ വരുന്നു. കേരള സാംസ്കാരിക മ്യൂസിയം പാലക്കാട് ജില്ലയിൽ വരുന്നു. രാജാ രവിവർമ്മ ആർട്ട് ഗാലറി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലേ? കഴിഞ്ഞ ജനുവരി മാസത്തിൽ കറണ്ട് അഫേഴ്സ് പഠിച്ചതിൻ്റെ കൂടെ പഠിച്ചതാണ്. രാജാ രവിവർമ്മ ആർട്ട് ഗാലറി തിരുവനന്തപുരം. കൈത്തറി മ്യൂസിയം കണ്ണൂർ. അന്താരാഷ്ട്ര പുരാരേഖ പൈതൃക കേന്ദ്രം കാര്യവട്ടം തിരുവനന്തപുരം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റേഡിയോ ഏഷ്യയുടെ 2020 ന്യൂസ് പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് KK ശൈലജ ടീച്ചർ. റേഡിയോ ഏഷ്യയുടെ 2020 ന്യൂസ് പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടിയത് KK ശൈലജ ടീച്ചറിനാണ്. ഗൾഫിലെ ആദ്യത്തെ മലയാള റേഡിയോ പ്രക്ഷേപണ നിലയമാണ് റേഡിയോ ഏഷ്യ. അമേരിക്കൻ ആർമിയുടെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി
അടുത്തിടെ നിയമിതനായ ഇന്ത്യൻ അമേരിക്കൻ വംശജനാണ് രാജ് അയ്യർ. അമേരിക്കൻ ആർമിയുടെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി അടുത്തിടെ നിയമിതനായി ആര്? രാജ് അയ്യർ. പാകിസ്ഥാനി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ സഹായം ലഭ്യമാക്കുന്നതിനായി മലാല യൂസഫ്സായി സ്കോളർഷിപ്പ് ആക്ട് പാസ്സാക്കിയ രാജ്യമാണ് അമേരിക്ക. പാകിസ്ഥാനി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ സഹായം ലഭിക്കാനായിട്ട് മലാല യൂസഫ്സായി സ്കോളർഷിപ്പ് ആക്ട് പാസ്സാക്കി അമേരിക്ക. മതസ്വാതന്ത്ര്യത്തെക്കാൾ പ്രാധാന്യം ജീവിക്കാനുള്ള അവകാശമാണെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് ഏത് ഹൈക്കോടതി? മദ്രാസ് ഹൈക്കോർട്ട്. സ്പേസ് ജഗ്ഗുകളെ നേരിടുന്നതിനായി 2023 ലോകത്തിലെ ആദ്യത്തെ വുഡ് ബേസ്ഡ് സ്പേസ് സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് ജപ്പാൻ. സ്പേസ് ജഗ്ഗുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യർ വിക്ഷേപിക്കുന്ന സാറ്റലൈറ്റ് ഇല്ലേ, അതിൻ്റെ അവശിഷ്ടങ്ങൾ, അതിനെ നേരിടാനായിട്ട് അതിന് 2023 ലോകത്തിലെ ആദ്യത്തെ വുഡ് ബേസ്ഡ് സ്പേസ് സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് ജപ്പാൻ. സംസ്ഥാനത്തെ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതിനായി ലോഞ്ച് പാഡ് പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. സംസ്ഥാനത്തെ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകാനായിട്ട് ലോഞ്ച് പാഡ് പദ്ധതി മധ്യപ്രദേശ്. അടുത്തിടെ കിസാൻ കല്യാൺ മിഷൻ ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. കിസാൻ കല്യാൺ മിഷൻ ഉത്തർപ്രദേശ്. തൊഴിൽ മന്ത്രാലയത്തെ വ്യവസായ വകുപ്പിൽ ലയിപ്പിക്കണമെന്ന് അടുത്തിടെ ശുപാർശ ചെയ്ത കമ്മീഷൻ. തൊഴിൽ മന്ത്രാലയത്തെ വ്യവസായ വകുപ്പിൽ ലയിപ്പിക്കണമെന്ന് അടുത്തിടെ ശുപാർശ ചെയ്ത കമ്മീഷനാണ് CV ആനന്ദ് ബോസ് കമ്മീഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. അതിഥി തൊഴിലാളികളുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മീഷനാണ് CV ആനന്ദ് ബോസ് കമ്മീഷൻ. തൊഴിൽ മന്ത്രാലയത്തെ വ്യവസായ വകുപ്പിൽ ലയിപ്പിക്കണമെന്ന് ശുപാർശ ചെയ്തു CV ആനന്ദ് ബോസ് കമ്മീഷൻ. അതിഥി തൊഴിലാളികളുടെ ക്ഷേമത്തിനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ്റെ പേരെന്താണ്? അത് CV ആനന്ദ് ബോസ് കമ്മീഷനാണ്. 72ാമത് റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 72ാമത് റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള പുരസ്കാരം നേടിയത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലെ സാംസ്കാരിക പൈതൃകം എന്ന വിഷയത്തിലാണ് UP ദൃശ്യം തയ്യാറാക്കിയത്. അയോധ്യയായിരുന്നു വിഷയം. ഉത്തർപ്രദേശിൻ്റെ സാംസ്കാരിക പൈതൃകം എന്ന വിഷയത്തിലാണ് UP ദൃശ്യം തയ്യാറാക്കിയത്. 2ാം സ്ഥാനം ത്രിപുരയ്ക്കായിരുന്നേ. ഫസ്റ്റ് ഉത്തർപ്രദേശ്, 2 ത്രിപുര. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായി ആജീവനാന്ത സംഭാവനയ്ക്ക് നൽകുന്ന രാജ്യാന്തര പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ലുക് ഗൊദാർദ്. ഫ്രഞ്ച് സംവിധായകനാണ്. പുരസ്കാരത്തുക 10 ലക്ഷം. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ സ്മാരക മന്ദിരം അടുത്തിടെ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ സ്മാരക മന്ദിരം അടുത്തിടെ ഉദ്ഘാടനം ചെയ്തത് മറീന ബീച്ച്, ചെന്നൈയിലാണ്. മറീന ബീച്ച്, ചെന്നൈ. ഫീനിക്സ് പക്ഷിയുടെ മാതൃകയിലാണ് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തിടെ എത്ര ചൈനീസ് ആപ്പുകൾക്കാണ് കേന്ദ്ര സർക്കാർ സ്ഥിര നിരോധനം ഏർപ്പെടുത്തിയത്? 59 ചൈനീസ് ആപ്പുകൾക്കെതിരാണ് കേട്ടോ. 59 ചൈനീസ് ആപ്പുകൾക്കാണ് കേന്ദ്ര സർക്കാർ സ്ഥിര നിരോധനം ഏർപ്പെടുത്തിയത്. ISROയുടെ റെക്കോർഡ് മറികടന്ന് ഒരു വിക്ഷേപണത്തിൽ 143 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിച്ച് റെക്കോർഡ് കരസ്ഥമാക്കിയ കമ്പനിയാണ് സ്പേസ് എക്സ്. ISROയുടെ റെക്കോർഡ് മറികടന്ന് ഒറ്റ വിക്ഷേപണത്തിൽ 143 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിച്ച് റെക്കോർഡ് കരസ്ഥമാക്കിയ കമ്പനി സ്പേസ് എക്സ് ആണ്. 143 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച സ്പേസ് മിഷൻ ട്രാൻസ്പോർട്ടർ 1. 143 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച സ്പേസ് മിഷൻ ട്രാൻസ്പോർട്ടർ 1. 104 ഉപഗ്രഹങ്ങളാണ് 2017 ഫെബ്രുവരി 15 PSLV-C-37 എന്ന റോക്കറ്റിൻ്റെ സഹായത്തോടെ ISRO ഭ്രമണപഥത്തിൽ എത്തിച്ചിരുന്നത്. അടുത്തിടെ സംസ്ഥാന സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച സുഗതകുമാരി ടീച്ചറുടെ ഭവനം വാഴവേലി തറവാടാണ്. അടുത്തിടെ സംസ്ഥാന സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച സുഗതകുമാരി ടീച്ചറുടെ ഭവനമാണ് വാഴവേലി തറവാട്. അടുത്തിടെ സുപ്രീം കോടതിയുടെ അനുകൂല വിധി ലഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് 2:1 എന്ന ഭൂരിപക്ഷ വിധി. രാഷ്ട്രപതി ഭവന് മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള വികസന പദ്ധതിയാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. അടുത്തിടെ
സുപ്രീം കോടതിയുടെ അനുകൂല വിധി ലഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. ICC പുരുഷ ടെസ്റ്റ് മത്സരത്തിൽ അമ്പയറായി എത്തുന്ന ആദ്യത്തെ വനിതയാണ് ക്ലെയർ പോളോസാക്ക്. ഓസ്ട്രേലിയക്കാരിയായ ക്ലെയർ. ICC പുരുഷ ടെസ്റ്റ് മത്സരത്തിൽ അമ്പയറായി എത്തുന്ന ആദ്യത്തെ വനിത ക്ലെയർ പോളോസാക്ക്, ഓസ്ട്രേലിയ. പൊതുജന ആരോഗ്യ മേഖലയിൽ രാജ്യത്തെ മികച്ച മാതൃകാ പദ്ധതിയായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തത്. പൊതുജനാരോഗ്യ മേഖലയിൽ രാജ്യത്തെ മികച്ച മാതൃകാ പദ്ധതിയായി തിരഞ്ഞെടുത്തത് അക്ഷയ കേരളം പദ്ധതി. അക്ഷയ കേരളം. യൂണിസെഫ് അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം പുതുവർഷ ദിനത്തിൽ ഏറ്റവും കൂടുതൽ ജനനങ്ങൾ റിപ്പോർട്ട് ചെയ്ത രാജ്യം. യൂണിസെഫ് അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം പുതുവർഷ ദിനത്തിൽ ഏറ്റവും കൂടുതൽ ജനനങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ ഇന്ത്യയിലാണ് കേട്ടോ. ഇന്ത്യ 2023 ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പ്രോജക്റ്റ് നിലവിൽ വരുന്നത് മധ്യപ്രദേശിലാണ്. 2023 ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പ്രോജക്റ്റ് നിലവിൽ വരുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. 2021 കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് ഫെബ്രുവരി 1 2021 ഫെബ്രുവരി 1. 2021 കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് 2021 ഫെബ്രുവരി 1. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത സബ് ജയിലാകുന്നത്. കേരള പക്ഷിപ്പനിയെ അടുത്തിടെ കണ്ണൂർ സബ് ജയിൽ. പക്ഷിപ്പനിയെ അടുത്തിടെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത് കേരളമാണ്. പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. ക്യാൻസർ ചികിത്സയ്ക്ക് സഹായമാകുന്ന കണ്ടുപിടുത്തത്തിന് അടുത്തിടെ അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ച കേരളത്തിലെ സർവകലാശാല. ക്യാൻസർ ചികിത്സയ്ക്ക് സഹായകമാകുന്ന കണ്ടുപിടുത്തത്തിന് അടുത്തിടെ അന്താരാഷ്ട്ര അംഗീകാരം നേടിയ കേരളത്തിലെ സർവകലാശാലയാണ് കണ്ണൂർ സർവകലാശാല. കേരളത്തിലെ ആദ്യത്തെ ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന ഹോസ്പിറ്റൽ ഏതാ? കേരളത്തിലെ ആദ്യത്തെ ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന ഹോസ്പിറ്റലാണ് അമൃത ഹോസ്പിറ്റൽ, കൊച്ചി. പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ. മധ്യപ്രദേശ് സർക്കാർ ഏർപ്പെടുത്തുന്ന താൻസൻ സമ്മാനം 2020 അർഹനായത്. മധ്യപ്രദേശ് സർക്കാർ ഏർപ്പെടുത്തുന്ന ടാൻസൻ സമ്മാൻ 2020 അർഹനായ വ്യക്തിയാണ് പണ്ഡിറ്റ് സതീഷ് വ്യാസ്. സാന്തൂർ വാദ്യോപകരണ വിദ്വാനാണ്. പണ്ഡിറ്റ് സതീഷ് വ്യാസിനാണ് 2020 താൻസൻ സമ്മാനം കിട്ടുന്നത്. മധ്യപ്രദേശ് സർക്കാർ ഏർപ്പെടുത്തുന്ന താൻസൻ സമ്മാനം പണ്ഡിറ്റ് സതീഷ് വ്യാസ്. BCCIയുടെ പുതിയ വൈസ് പ്രസിഡന്റായി നിയമിതനായ വ്യക്തിയാണ് രാജീവ് ശുക്ല. BCCIയുടെ പുതിയ വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല. ഏഷ്യൻ വാട്ടർ ബേർഡ് സെൻസസ് 2021 നടത്തുന്നത് ഏത് സംസ്ഥാനത്താണ്? ഏത് സംസ്ഥാനമാണ് 2021 ഏഷ്യൻ വാട്ടർ ബേർഡ് സെൻസസ്? ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതനായ വ്യക്തിയാണ് അലക്സാണ്ടർ എല്ലിസ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ അലക്സാണ്ടർ എല്ലിസ്. ഇന്ത്യയുടെ 51ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ജൂറി ചെയർമാനായ വ്യക്തിയാണ് പാബ്ലോ സിയർ. അർജന്റീനിയൻ ചലച്ചിത്ര നിർമ്മാതാവാണ് പാബ്ലോ സിയർ. ഇന്ത്യയുടെ 51ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ജൂറി ചെയർമാൻ പാബ്ലോ സിയർ. സംസ്ഥാനത്തെ തെരുവ് വിളക്കുകൾ LED ആക്കി മാറ്റുന്നതിനായി വൈദ്യുതി ബോർഡ് നടപ്പാക്കുന്ന പദ്ധതിയാണ് നിലാവ്. സംസ്ഥാനത്തെ തെരുവ് വിളക്കുകൾ LED ആക്കി മാറ്റുന്നതിനായി വൈദ്യുതി ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതി നിലാവാണ്. US പ്രതിനിധി സഭയുടെ സ്പീക്കറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. US പ്രതിനിധി സഭയുടെ സ്പീക്കറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് നാൻസി പൗലോസി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുന്ന ഗെയിൽ പ്രകൃതിവാതക പൈപ്പ് ലൈൻ പ്രോജക്റ്റ് ഏതൊക്കെ നഗരങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? കൊച്ചി, കുട്ടനാട്, ബംഗളൂരു, മംഗളൂരു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുന്ന ഗെയിൽ പ്രകൃതിവാതക പൈപ്പ് ലൈൻ പ്രോജക്റ്റ് കൊച്ചിയെയും കുട്ടനാടിനെയും തമ്മിലും, അതുപോലെ തന്നെ മംഗളൂരു, ബംഗളൂരു. മലബാറിലെ ആദ്യത്തെ വാട്ടർ ടാക്സി സർവീസ് ആരംഭിച്ചത് പറശ്ശിനിക്കടവ്, കണ്ണൂരാണ്. മലബാറിലെ ആദ്യത്തെ വാട്ടർ ടാക്സി സർവീസ് ആരംഭിച്ചത് പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഇന്ത്യയിലെ രണ്ടാമത്തെ വാട്ടർ ടാക്സി സർവീസാണ് ഇത്. ഇന്ത്യയിലെ രണ്ടാമത്തെ വാട്ടർ ടാക്സി സർവീസ്.
ഇന്ത്യയിലെ ആദ്യത്തെ എഥനോൾ പ്ലാന്റ് സ്ഥാപിതമാകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ എഥനോൾ പ്ലാന്റ് സ്ഥാപിതമാകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹോട്ട് എയർ ബലൂൺ സഫാരി. ഇന്ത്യയിലെ ആദ്യത്തെ ഹോട്ട് എയർ ബലൂൺ സഫാരി നിലവിൽ വന്നത് മധ്യപ്രദേശിലാണ്. അടുത്തിടെ മണിപ്പൂരിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ജലവൈദ്യുത പദ്ധതിയാണ് തൗബാൾ മൾട്ടി പർപ്പസ് പ്രോജക്റ്റ്. തൗബാൾ. അടുത്തിടെ മണിപ്പൂരിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ജലവൈദ്യുത പദ്ധതിയാണ് തൗബാൾ മൾട്ടി പർപ്പസ് പ്രോജക്റ്റ്. 51ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് വേദിയാകുന്നത് ഗോവയാണ്. CBIയുടെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി അടുത്തിടെ നിയമിതനായ വ്യക്തിയാണ് രമേശ് ചന്ദ്ര ജോഷി. CBIയുടെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി അടുത്തിടെ നിയമിതനായത് രമേശ് ചന്ദ്ര ജോഷി. കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക പരിഷ്കരണ നിയമങ്ങൾക്കെതിരെ നിയമസഭയിൽ അടുത്തിടെ പ്രമേയം പാസാക്കിയ സംസ്ഥാനം. കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക പരിഷ്കരണ നിയമങ്ങൾക്കെതിരെ നിയമസഭയിൽ അടുത്തിടെ പ്രമേയം പാസാക്കിയ സംസ്ഥാനമാണ് കേരളം. ഗർഭസ് ചിത്രത്തിന് അടുത്തിടെ അനുമതി നൽകിയ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ്. ഗർഭസ് ചിത്രത്തിന് അടുത്തിടെ അനുമതി നൽകിയ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യം അർജൻറ്റീനയാണ്. അർജൻറ്റീന. UK ന്യൂ ഇയർ ഓണേഴ്സ് ലിസ്റ്റിൽ നൈറ്റ്ഹുഡ് അവാർഡ് ലഭിച്ചത് ലൂയിസ് ഹാമിൽട്ടൺ ആണ്. UK ന്യൂ ഇയർ ഓണേഴ്സ് ലിസ്റ്റിൽ നൈറ്റ്ഹുഡ് അവാർഡ് ലഭിച്ചത് ലൂയിസ് ഹാമിൽട്ടൺ. അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള മെറ്റീരിയോളജിക്കൽ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള മെറ്റീരിയോളജിക്കൽ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ലഡാക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ പോളിനേറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഹൽദ്വാനി ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോളിനേറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഹൽദ്വാനി ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ റിമോട്ട് മോണിറ്ററിംഗ് ആൻഡ് ഓപ്പറേഷൻ സെൻറ്റർ സ്ഥാപിച്ച ഓയിൽ കമ്പനി. ഇന്ത്യയിലെ ആദ്യത്തെ റിമോട്ട് മോണിറ്ററിംഗ് ആൻഡ് ഓപ്പറേഷൻ സെൻറ്റർ സ്ഥാപിച്ച ഓയിൽ കമ്പനിയാണ് ഇന്ത്യൻ ഓയിൽ കമ്പനി. 2023 പൂർത്തിയാകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഏതൊക്കെ നഗരങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? മുംബൈ, അഹമ്മദാബാദ്. 2023 പൂർത്തിയാക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി അഹമ്മദാബാദിനെയും മുംബൈയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പുതിയ റിപ്പോർട്ട് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഷോങ് ഷൻഷാൻ ബെയ്ജിംഗ് വാൻഡ്രായി ബയോളജിക്കലിൻ്റെ ഉടമയാണ്. ഷോങ് ഷൻഷാൻ. പുതിയ റിപ്പോർട്ട് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഷോങ് ഷൻഷാൻ. ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ പുതിയ CEO ആരാണ്? സുനീത് ശർമ്മയാണ്. അപ്പോൾ ഇത്രയാണ് ജനുവരി മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ PSC അറിവിൻ്റെ പെയ്ഡ് ഗ്രൂപ്പ് PSC ബുള്ളറ്റിൻ വജ്രജൂബിലി വിശേഷാൽ പതിപ്പ് ഭാഗം 1 ഭാഗം 2 ആ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്. ഭാഗം 1 കേരളം അടിസ്ഥാന വിവരങ്ങൾ, ഭാഗം 2 ഇന്ത്യൻ ഹിസ്റ്ററി ആ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് തരുന്ന പെയ്ഡ് ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി വരുമ്പോൾ 250 രൂപയാണ് ഫീസ് വരുന്നത്. കേരളം അടിസ്ഥാന വിവരങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് ക്ലാസ്സിന് 200 രൂപയാണ് ഫുൾ ഫീസാണ് വരുന്നത്. ഈ കറണ്ട് അഫേഴ്സിൻ്റെ PDF ആ ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 85 89 945 981 എന്ന നമ്പറിൽ എനിക്ക് മെസ്സേജ് ഇടുക കേട്ടോ. ഏത് രീതിയിലാണ് ക്ലാസ് തരുന്നതെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്ത് തരാം. കണ്ടിട്ട് പ്രയോജനമെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാം. താങ്ക്